ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ മൊഡ്യൂൾ 2 നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൊമേഴ്സിൻ്റെ MDC ആയ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെക്കുലേഷൻ നമ്മൾ വ്യത്യാസം പറഞ്ഞായിരുന്നു. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞു, ഒരു പ്രോപ്പർ അനാലിസിസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അല്ല വെറുതെ കൊണ്ട് പൈസ ഇട്ടിട്ട് ഊഹക്കച്ചവടം നടത്തുന്നതല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രോപ്പറായിട്ട് നമ്മൾ പഠനം നടത്തിയിട്ടാണ്, നമ്മളൊരു പ്രോപ്പർ ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ആ പറഞ്ഞ അനാലിസിസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നും രണ്ട് ടെക്നിക്കൽ അനാലിസിസ് എന്നും പറയാം. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഇതൊന്നും സത്യം പറഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല. ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞാൽ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ സ്റ്റോക്കിലാണല്ലോ. ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. എന്നാൽ ടെക്നിക്കൽ അനാലിസിസ് എന്താ നോക്കുന്നത്, ആ ഒരു ഷെയർ ഉണ്ടല്ലോ, വാട്ട് എവർ കമ്പനി, എന്ത് കമ്പനിയുടെ ആയിക്കോട്ടെ, ആ ഒരു പെർട്ടിക്കുലർ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ഇടങ്ങളിലുള്ള അനാലിസിസാണ്. ഒന്ന് അബൌട്ട് ദ കമ്പനി, മറ്റേതെന്താണ് അബൌട്ട് ദി സ്റ്റോക്ക് മാർക്കറ്റാണ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് നോക്കാനുള്ളത് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചാണ്. അവർ പറയുന്നത് ഒരു നോക്കിയുടെ ഒരു പാത്താണ് പറയുന്നത്. ഓക്കെ, ആദ്യം അവർ പറയുന്നു എക്കണോമിക് സിനേരിയോ അനാലിസിസ്, പിന്നെ ഇൻഡസ്ട്രി അനാലിസിസ്, മൂന്നാമത്തതാണ് കമ്പനി അനാലിസിസ്. EIC എന്ന് പറയുന്ന ഒരു പാത്തുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട പൊതുവേ ഉള്ള ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് എക്കോണമി എങ്ങനെയുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് കുറച്ച് എന്താണ് അൺസ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. പല യുദ്ധങ്ങളും വരുന്നു അല്ലേ. ഈ സിറിയയിലെ യുദ്ധം അല്ലെങ്കിൽ നമ്മുടെ റഷ്യയിലെ യുദ്ധം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇൻ്റർനാഷണൽ എക്കോണമി അത്ര സ്റ്റേബിളല്ല. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ വളർച്ചയിലേക്ക് നീങ്ങുകയാണെന്നും അതിന് തൊട്ട് മുമ്പുള്ള എന്തോ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഇൻ്റർനാഷണൽ എന്താണ് പിന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ ഒരു മൊത്തത്തിൽ എക്കോണമിയുടെ മൊത്തത്തിലുള്ളൊരു അവസ്ഥ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇനി നമ്മൾ എന്ത് നോക്കണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രികൾ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ അധ്യാപകനായതുകൊണ്ട് എനിക്ക് എന്തറിയാം, ഹോട്ടലുകളെ കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരിക്കും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിലെ BSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള താജ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പോൾ താജ് പോലത്തുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി, ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രി എങ്ങനെ പെർഫോം ചെയ്യുന്നു, അവിടെ അവർക്ക് എന്തൊക്കെ ഗ്രോത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് സെക്കൻഡ് ഫാക്ടർ, ഇൻഡസ്ട്രിയൽ അനാലിസിസ്. അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതെങ്ങനെയൊക്കെ എനിക്ക് ഉപകാരപ്പെടും എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം കമ്പനി അനാലിസിസ്. അവിടെയാണ് ഈ പറഞ്ഞ കുറച്ചും കൂടി ഡെപ്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ടാറ്റ സ്റ്റീൽസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് വിചാരിക്കിയിട്ട് ആഗ്രഹം ടാറ്റ സ്റ്റീൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് നോക്കണം, എൻ്റെ ഇൻഡസ്ട്രി ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് നിലവിലെ ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക്കൽ എക്കോണമി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കൊള്ളാമെന്നുള്ളതാണോ, പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളായിട്ട് കിടക്കുമ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം എന്താ, എല്ലാത്തിൻ്റെ വിലയും പെട്ടെന്ന് ഇടിയും, ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി യോഗ്യതയുള്ള സമയം അപ്പോഴാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്ത് നോക്കുക, ഞാൻ വീണ്ടും പറഞ്ഞു ടാറ്റ സ്റ്റീൽസിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിനൊക്കെ അല്ലെങ്കിൽ നിർമ്മാണത്തിനും മറ്റുമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങൾ വെക്കുന്ന ആ ഒരു ഇൻഡസ്ട്രി ഉണ്ടല്ലോ, കമ്പനികളുടെ ഒരു ഗ്രൂപ്പ്, ആ ഇൻഡസ്ട്രിയിൽ പൊതുവെ എന്താണ് അവസ്ഥ. ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പറയും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഭയങ്കര ഡള്ളാണ് നമ്മൾ പറയത്തില്ലേ, അതെന്താണ്, ആ ഒരു ഇൻഡസ്ട്രി, റിയൽ എസ്റ്റേറ്റിൻ്റെ ഇൻഡസ്ട്രിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മളെ കമ്പനി ഇരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലായിരിക്കും. ഇപ്പോൾ നമ്മൾ MRFൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന വിചാരിച്ചു, MRF ഇരിക്കുന്നത് റബ്ബറിൻ്റെ ഇൻഡസ്ട്രിയിലാണ്. ഈ റബ്ബർ പ്രൊഡക്റ്റുകളുടെ ഇന്ത്യയിലെ ഇൻഡസ്ട്രി മൊത്തത്തിൽ എന്താണ് അവരുടെ ഒരു അവസ്ഥ, അത് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ എങ്ങോട്ട് പോകാൻ, കമ്പനീനെ അനാലിസിസ് ചെയ്യാൻ. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എന്ത് പ്രൊസീജിയർ എടുക്കണമെന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു വീട്ടിൽ കല്യാണം കഴിച്ച് അയക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിക്കും ഇല്ലേ.
പിന്നെ പൊതുവെ അവരുടെ ഫാമിലി എങ്ങനെയുണ്ട്, ആ ഒരു മൊത്തത്തിലുള്ള ഫാമിലി എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കും. മൂന്നാമതാണ് ഈ പറഞ്ഞ പയ്യൻ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നത് അല്ലേ. ഇതേപോലെയാണ് ഈ പറഞ്ഞ 3 സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം അയാളുടെ പയ്യൻ്റെ സ്ഥലം എന്താണെന്ന് അന്വേഷിക്കുന്ന പോലെയാണ് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മൊത്തത്തിലുള്ള എക്കോണമി എങ്ങനെയുണ്ട്, മൊത്തത്തിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കുന്നത്. പുള്ളിയുടെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കുന്ന പോലെയാണ് ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കുന്നത്. അപ്പോൾ ആ ഇൻഡസ്ട്രി പെടുന്നതാണല്ലോ ഈ ഓരോ കമ്പനികളും. അതുപോലെയാണ് ഈ ഫാമിലിപ്പെട്ട ആളാണല്ലോ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ഫാമിലിയിൽ മൊത്തത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷത ഇയാൾക്കും കാണുമെന്നതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ എന്താ സംഭവിക്കുന്നത് നോക്കുന്നത്. മൂന്നാമതാണ് ഈ കമ്പനിയെക്കുറിച്ച് നമ്മൾ പഠനം നടത്താൻ പോകുന്നത്. ആ ഒരു ചെറുക്കൻ കൊള്ളാമോ, അതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, നല്ല സ്വഭാവമുണ്ടോ എന്നൊക്കെ നമ്മൾ പഠനം നടത്താൻ പോകുന്നത് മൂന്നാമത്തെ ഇടത്താണ്. ഞാൻ വീണ്ടും വായി വന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്, അത്ര പ്രോപ്പറാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കമ്പനി അനാലിസിസിലേക്ക് പോവാണ്. ഈ പറഞ്ഞ 3 പ്രൊസീജിയർ എനിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കമ്പനിയെക്കുറിച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയെക്കുറിച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? 1, മാനേജ്മെൻറ്റ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കണം. കടന്ന് തമ്പി തല്ലുന്നവരാണോ, ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തരാൻ കഴിവുള്ളവരാണോ, ഭയങ്കര ക്വാളിഫൈഡ്. അപ്പോൾ ചില കമ്പനികൾക്കൊക്കെ മാനേജ്മെൻറ്റിൽ തന്നെ വലിയൊരു അഡ്വർടൈസിങ് കാര്യമാണ്. ഇപ്പോൾ അത്ര വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ മാനേജറായിട്ട് ചീഫായിട്ട് മുകളിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ കമ്പനിയുടെ ഗ്രോത്ത് നമ്മൾ മുന്നിൽ കാണും. അതേസമയം ഓണേഴ്സ് ഇഷ്ടമുള്ളവരെ പിടിച്ച് മാനേജറാക്കുന്നു എന്ന് കണ്ടാൽ നമുക്ക് വലിയ വിശ്വാസം തോന്നത്തില്ല. അപ്പോൾ മാനേജ്മെൻറ്റിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അവരുടെ ഫിനാൻഷ്യൽ റിസൾട്ടുകൾ നോക്കണം. സെയിൽസ് ഉണ്ടോ, പ്രോഫിറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് അവരൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ, എന്താണ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനി ആണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് ഉണ്ട്. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും 2 കമ്പോണൻറ്റുകൾ തമ്മിലുള്ള ബന്ധം നോക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു കമ്പനി 2 ലക്ഷം രൂപയുടെ സെയിൽ നടത്തി, എന്നാൽ അവർക്ക് 1000 രൂപ എന്ത് കിട്ടിയിട്ടുള്ളൂ? ലാഭം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള നമുക്ക് എന്ത് നോക്കാം? റേഷ്യോ നോക്കാം. അപ്പോൾ അതിനെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതെന്താ കാണിക്കുന്നത്? 2 ലക്ഷം രൂപയുടെ സെയിൽ ഉണ്ടാക്കിയിട്ടും വെറും 1000 രൂപയുടെ ലാഭം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ചിലവുകൾ വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ മനസ്സിലാവും. ഇങ്ങനെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അത് വളരെ വലിച്ചു വാരി ചിലവാക്കുന്ന കമ്പനിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ പല കാര്യങ്ങളെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യോസ് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ റേഷ്യോസിനെ കുറിച്ചാണ് പറയുന്നത്. അതിലൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു. നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നത് എന്താണ്? സെയിൽസ് ടു പ്രോഫിറ്റ്. അത് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിന് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്നും, സെയിൽസും നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിനെന്തെന്ന് വിളിക്കും? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്നൊക്കെ നമ്മൾ വിളിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കി തരും? ഇത്ര രൂപയുടെ സെയിൽസ് നടത്തിയാൽ ഇത്ര രൂപയുടെ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഈ കമ്പനിക്ക് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി തരും. അവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് വിളിക്കുന്നത്. ചിലത് അവരെടുത്ത് പറയുന്നുണ്ട്, PE റേഷ്യോ എന്ന് പറയുന്നുണ്ട്. PE റേഷ്യോ നോക്കുന്നത് എന്താ? അത് പേര് പറയുന്നത് പ്രൈസ് ടു ഏർണിങ്സ് എന്ന് പറയും. ഓക്കെ, ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസും ആ കമ്പനിയുടെ ഏർണിങ്സും എന്ന് പറയുന്നത് ഇന്നത്തെ വിലയും ഇന്നലത്തെ വിലയും തമ്മിലുള്ള ഡിഫറൻസും തമ്മിൽ എന്ത് നോക്കും? റേഷ്യോ നോക്കും. ഡിഫറൻസുമായിട്ടുള്ള അതിൻ്റെ ഒരു ബന്ധം നോക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് സ്റ്റോക്കിന് 100 രൂപയാണ് വില. ഓക്കെ, അതാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഏർണിങ്സ് എന്താണ്? ഇന്നലെ അതിന് 80 രൂപയുള്ളായിരുന്നു, ഇന്ന് 100 രൂപയായി. അപ്പോൾ 20 രൂപ എനിക്ക് എന്തുണ്ട്? ഏർണിങ്സ് ഉണ്ട്. അപ്പോൾ ഈ 20 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ വിലയുടെ എത്ര ശതമാനമാണ്? 20%. അപ്പോൾ എൻ്റെ പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ 20% മനസ്സിലായി. അതിനർത്ഥം എന്താ? അപ്പോൾ എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് 20% ഗ്രോത്ത് എൻ്റെ ഉണ്ടായി എന്ന് മനസ്സിലായി. ഇത് പിന്നെ അടുത്ത ദിവസം നേരെ നെഗറ്റീവായി എന്നൊക്കെ വരും. എന്തോ ആയിക്കോട്ടെ, പ്രൈസും ഏർണിങ്സും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ നോക്കുന്നത്, PE റേഷ്യോയിൽ നോക്കുന്നത്. ഇനി PB റേഷ്യോ എന്താ? നമ്മുടെ ബുക്ക് വാല്യൂ അനുസരിച്ച് ഷെയറിന് എന്താണ് വില വരേണ്ടത്, അതും സ്റ്റോക്ക് മാർക്കറ്റിലെ വാല്യൂവും തമ്മിലുള്ള റേഷ്യോ ആണ് PB റേഷ്യോ. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയാം. ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ റിട്ടേൺ ഇക്വിറ്റി. ഓക്കെ, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നാണ് ROE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ അത് പറയുന്നത്? റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് എത്ര നമുക്ക് ഇൻകം കിട്ടി ഒരു വർഷം. ഓക്കെ, ആ ഇൻകം ഡിവൈഡഡ് ബൈ നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, ആ ഒരു റേഷ്യോ. അപ്പോൾ എല്ലാം എന്താണ് നോക്കുന്നത്? ഫിനാൻഷ്യൽ
മെട്രിക്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആയിക്കോട്ടെ, പേര് പറയുന്ന പോലെ കമ്പനിക്ക് എത്ര കടമുണ്ട്, എന്തുമാത്രം ഇക്വിറ്റി ഉണ്ട്, ഇത് തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് എന്ത് തീരുമാനിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കാം. അപ്പോൾ 3 തലത്തിലാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നത്: എക്കോണമിക്, ഇൻഡസ്ട്രിയൽ ആൻഡ് കമ്പനി. അവസാനം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അനാലിസിസ് പറയുന്നുണ്ട്. ഈ കമ്പനിയുടെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഒരു കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്നറിയാൻ പറ്റും. ഒരു ഗ്രാഫായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അറിയാൻ പറ്റും. ഡേറ്റ എടുക്കുന്നവർക്ക് അറിയാം. ഓക്കെ, ഈ വെബ്സൈറ്റിൽ നിന്നും അവിടെ നിന്നൊക്കെ റേഷ്യോ ഡേറ്റ കളക്ട് ചെയ്ത് നോക്കാമെന്നാണ് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം അറിയാൻ പറ്റും. ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നൊരു അനാലിസിസാണ്. ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ ആ കോൺസെപ്റ്റ് ചിന്തിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു പയ്യനെ കെട്ടിച്ചു കൊടുക്കും, ഒരു വീട്ടിലേക്ക് അയക്കുമ്പോൾ നമ്മളവിടെ നടത്തുന്ന വളരെ കീനായിട്ടുള്ള അന്വേഷണം ഉണ്ടല്ലോ, അതേ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ചുറ്റുവട്ടം മൊത്തത്തിൽ ഇൻഡസ്ട്രി എങ്ങനെ പോകുന്നു, നമ്മുടെ എക്കോണമി എങ്ങനെ പോകുന്നു, ഇൻഡസ്ട്രി എങ്ങനെ പോകുന്നു, ഇനി ഏറ്റവും അവസാനം കമ്പനി, വളരെ ഡീപ്പായിട്ട് നമ്മൾ കമ്പനിയെക്കുറിച്ച് പഠിക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ എന്തൊക്കെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ നമുക്ക് ഡിസിഷനിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള സാധനമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കണക്കാക്കുക. 3 സ്റ്റേജുകൾ ഒരു വലിയൊരു ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കുക. 3 സ്റ്റേജും ആ സ്റ്റേജിൻ്റെ അകത്തുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അത്രയ്ക്കും ഡെപ്തിൽ തന്നെ പഠിക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.